ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ശുഭചിന്തയോടെ വീഡിയോയിലേക്ക് സ്വാഗതം. ശുഭചിന്തയുടെ കഴിഞ്ഞ വീഡിയോകളെല്ലാം സ്ലോലി പെർഫെക്റ്റ് എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവർ കാണണേ. കൂടാതെ വീഡിയോയുടെ അവസാനവും കൊടുക്കാട്ടോ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ശില്പങ്ങളുണ്ടാക്കി വിറ്റാണ് ഗുരുവും ശിഷ്യനും ജീവിച്ചിരുന്നത്. ഓരോ ദിവസം കഴിയും തോറും ശിഷ്യൻ്റെ ശില്പങ്ങൾ മികച്ചതായി. അവയ്ക്ക് കൂടുതൽ വില കിട്ടി. എങ്കിലും ശിഷ്യൻ്റെ സൃഷ്ടികളെ ഗുരു വിമർശിച്ചു. പോരായ്മകൾ നിർദ്ദേശിച്ചു. അസൂയ മൂലമാണ് ഗുരു ഇപ്രകാരം ചെയ്യുന്നതെന്ന് കരുതി ശിഷ്യൻ പറഞ്ഞു, കൂടുതൽ ഭംഗി എൻ്റെ ശില്പത്തിനാണ്. അതുകൊണ്ടാണ് കൂടുതൽ വിലയ്ക്ക് അവ വിറ്റുപോകുന്നത്. ഇനി എനിക്ക് നിർദ്ദേശങ്ങൾ വേണ്ട. ഗുരു പറഞ്ഞു, നിന്റെ പ്രായത്തിൽ എൻ്റെ ഗുരുവിൻ്റെ ശില്പത്തെക്കാളും കൂടിയ വിലയ്ക്ക് എൻ്റേതും വിറ്റിരുന്നു. ഞാനും നീ പറഞ്ഞതുപോലെ ഗുരുവിനോട് പറഞ്ഞു. അന്നു മുതൽ ഗുരു നിർദ്ദേശങ്ങൾ തരുന്നത് അവസാനിപ്പിച്ചു. എൻ്റെ വളർച്ചയും അതോടെ കഴിഞ്ഞു. ഏറ്റവും മികവ് കുറഞ്ഞ ശിഷ്യനും തന്നേക്കാൾ മികവുറ്റവനാകണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർക്കു മാത്രമാണ് നല്ല ഗുരുവാവാൻ കഴിയുക. അഹമില്ലാത്തവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണത്. ശിഷ്യരുടെ അറിവില്ലായ്മയിൽ തങ്ങളുടെ വേഷം ആസ്വദിക്കുന്നവരും അവരുടെ മികവിൽ തങ്ങളുടെ ദൗത്യം ആസ്വദിക്കുന്നവരുമുണ്ട്. കഴിവും കൈമിടുക്കും കുറവുള്ള പഠിതാക്കളുടെ മുൻപിൽ ഗുരുക്കന്മാർക്ക് ഹീറോ പരിവേഷമായിരിക്കും. വിശകലന ശേഷിയും വൈദഗ്ധ്യവുമുള്ള ശിഷ്യർ ഗുരുക്കന്മാർക്ക് വെല്ലുവിളിയാണ്. മനോബലവും സ്വയം കണ്ടെത്തൽ ശേഷിയുമുള്ള അക്കൂട്ടർ വഴിമാറി സഞ്ചരിച്ചേക്കാം. തന്നേക്കാൾ താഴെ, തൻ്റെയൊപ്പം, തന്നേക്കാൾ മുകളിൽ ഈ നടപടികളിലെല്ലാം ശിഷ്യർ സ്വീകാര്യരാകണം. ആദ്യ പടിക്ക് പുറത്തേക്ക് വളരാൻ അനുവദിക്കാത്ത പരിശീലകരിൽ ബോണസായി ബീജങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഗുരുവിനെ ആശ്രയിക്കണമെന്നില്ല, പക്ഷേ വിശ്വസിക്കണം. വളർത്തുന്നവരെ സംശയിച്ചാൽ വളരുന്നവരുടെ വേരുകൾക്ക് ദൃഢതയുണ്ടാകില്ല, ശിഖരങ്ങൾ വിശാലമാകില്ല. ഗുരുക്കന്മാരിലും അപൂർണതകളുള്ളവരുണ്ടാകും. അവർ അവസാനം വാക്കാകണമെന്നില്ല, എങ്കിലും മുൻ പരിചയമുണ്ട്. പലതിനെ മറികടന്ന് ശീലമുണ്ട്. അനുഭവം കൊണ്ട് സമ്പാദിച്ചവർക്ക് അറിവുകൊണ്ട് നേടിയവ പകരമാവില്ല. ഗുരു തന്നേക്കാൾ മികച്ചതാണോ എന്നതല്ല, തൻ്റെ ഉള്ളിലെ മികവിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവനാണോ എന്ന ചോദ്യമാണ് ശിഷ്യർക്കുണ്ടാകേണ്ടത്. ന്യായമായി അനുഭവിക്കാവുന്നത് ഉപേക്ഷിക്കുന്നതാണ് ഉപവാസം. ജോർജ് എലിയറ്റിൻ്റെ വാക്കുകൾ.